ഹലോ ഗൈസ്, ഞാനും അമ്മ ഇന്ന് പോകുന്നത് കടയ്ക്കലിലോട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കൊല്ലത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ കടയ്ക്കൽ തിരുവാതിര ഇന്നാണ് നടക്കുന്നത്. അമ്മ അവിടെ ചെന്നപ്പോഴേ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. അവസാനം നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ നേരത്ത് അവിടുത്തെ 5 തേരുകളും വന്നിട്ടുണ്ട്. 5 അല്ല 7 ഉണ്ടായിരുന്നു, വലിയ തേരുകൾ. 7 തേരും അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഈ കാണുന്ന തിരക്കുകളെല്ലാം കടയ്ക്കൽ തിരുവാതിര കാണാൻ വന്നവരാണ്. ദൂരെ നിന്നും അടുത്ത് നിന്നുമായിട്ട് കുറേ ആൾക്കാരാണ് ഈ കടയ്ക്കൽ തിരുവാതിര കാണാൻ വന്നിട്ടുള്ളത്. അമ്മ കുറച്ച് കയ്യിലെന്തോ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അമ്മ പറയുന്നത് ഇവിടത്തെ കുറിയാണെന്ന്. ഇതാണ് അമ്പലത്തെ കുറി. ഗൈസ്, ഈ കാണുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ കടയ്ക്കൽ ക്ഷേത്രം. പിന്നെ ഈ കാണുന്നത് കടയ്ക്കൽ തിരുവാതിരയായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഓരോ തേരുകളാണ്. ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന വലിയ വലിയ തേരുകളാണ്. പിന്നെ അമ്മയുടെ സ്ഥിരം പരിപാടി തുടങ്ങി ഫോട്ടോ എടുക്കൽ. എവിടെയെങ്കിലും പോയി അവിടുത്തെ ഫോട്ടോ എടുക്കുക, സ്റ്റാറ്റസ് ഇടുക, ആൾക്കാരെ കാണിക്കുക. അതാണ് അമ്മയുടെ മെയിൻ ഹോബി. ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് സംതൃപ്തിയാവാതെ ഇരുന്നിട്ടും അതെടുത്ത് സ്റ്റാറ്റസ് ഇട്ട് അമ്മ മുന്നോട്ട് പൊക്കുകയാണ്. പിന്നെ ഗൈസ്, ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ സ്വന്തം ബിനി ശ്രീനിവാസൻ്റെ ഒരു മ്യൂസിക്കൽ നൈറ്റ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ റാപ്പർ തിരുമാലിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇവിടെ. എല്ലാവരും മിസ് ചെയ്യാതെ പോയി നിന്ന് കാണണം കേട്ടോ. പിന്നെ ഏതൊക്കെ രീതിയിൽ സെൽഫി എടുക്കണം, എങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുകളറ്റം കാണണം, എങ്ങനെ തേരിൻ്റെ മുകളറ്റം കാണണം എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുക്കണം. അതാണ് സെൽഫി എടുക്കണം, എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇടണം. അതാണ് അമ്മയുടെ പ്ലാൻ. അതിനുവേണ്ടി അമ്മ കുറേ പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അമ്മ അവിടെ ചെന്ന് അവിടെ പാട്ടിനൊപ്പം ചുവട് വയ്ക്കുന്ന ഓരോ ആൾക്കാരുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ ഇന്ന് സ്റ്റാറ്റസ് വരും. അവിടെ ഡാൻസുകളിൽ മികച്ചതായി തോന്നിയ 2 ഡാൻസുകളാണിത്. ഒരു പയ്യനും ഒരു ചേട്ടനും. അതേ നൃത്തം, എന്തൊരു ആവേശം! ചേട്ടൻ്റെ സ്റ്റെപ്സൊക്കെ കണ്ടാ സീൻ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അമലിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പേരെ നമ്മളവിടെ കണ്ടത്. ഏതാ ഉത്സവ പറമ്പിൽ ചെന്നാലും അമ്മയുടെ വീക്ക്നെസ്സായ ഈ കോളിഫ്ലവർ പൊരിച്ചത് മേടിച്ചിട്ടേ അമ്മ പോകുള്ളൂ. പിന്നെ അവിടെ നിന്നൊരു മുറുക്ക് അതിൻ്റെ അടുത്ത് വിലപേശുന്ന കണ്ട്, പക്ഷേ പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നേരെ കടയ്ക്കൽ ജംഗ്ഷനിൽ ചെന്നപ്പോൾ സച്ചിനെയും സച്ചിൻ്റെ ഭാര്യനെയും കണ്ടത്. ഞാൻ രാവിലെ കുതിരെടുക്കാണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് തിരുവാതിര കഴിഞ്ഞിട്ട് ഇനി 8 ദിവസം. അമ്പലത്തിൽ വിഗ്രഹമില്ല, അതിനകത്തൊരു അറയുണ്ട്. അതിനകത്തൊരു അറയാണ്. ആ അറയ്ക്കകത്താണ് ദേവി ഇരിക്കുന്നത്. ആദ്യം തുറന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരും കടയ്ക്കൽ തിരുവാതിര കാണാൻ പോയിട്ടില്ലെങ്കിൽ പോയി കാണുക. അത് ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും പോയി കാണുക.